ഹായ് എവരിവൺ, നമസ്കാരം. അഡ്വക്കേറ്റ് അമീർ ഷാ വിത്ത് യു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എത്തിക്സ് ഇൻ കൗൺസിലിംഗ് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ MSc സൈക്കോളജി പഠിച്ച ആളുകൾ, അതുപോലെ MSW കൗൺസിലിംഗ് പഠിച്ച ആളുകൾ, അതിലൊക്കെ നമ്മൾ കുറേ എത്തിക്സ് പഠിച്ചിട്ടുണ്ട്. ഹൗ ടു കണ്ടക്ട് എ കൗൺസിലിംഗ് ആൻഡ് കൗൺസിലിംഗ് പ്രോസസ്. ഇതിൽ ധാരാളം തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൺസിഡറേഷൻസ് പഠിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വലിസം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ പ്രത്യേകം മെയിൽ, ഫീമെയിൽ, ചൈൽഡ്, പിന്നെ ഏജ്ഡ് കമ്മ്യൂണിറ്റി, ഇതെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് പ്രോസസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ് ഓർ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ. ഇതാണ് ഒരു മെയിൻ കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഒരു കൗൺസിലർ എന്ന അർത്ഥത്തിൽ കൗൺസിലർ നേടിയെടുക്കേണ്ട ഒരു വലിയ കാര്യമാണ് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതും അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും. കാരണം കോൺഫിഡൻഷ്യാലിറ്റി പ്ലേസ് എ മേജർ റോൾ ഇൻ അഡ്വക്കസി ആസ് വെൽ ആസ് ഇൻ കൗൺസിലിംഗ്. നമ്മൾ അവരുടെ ഒരു വ്യക്തിയുടെ പ്രശ്നം നമ്മളടുത്ത് വരുമ്പോൾ യു ആർ ദ ഓൺലി പേഴ്സൺ സപ്പോസ് ടു ഹിയർ ആൻഡ് ഹെൽപ്പ് ദം. ആ ഒരു വിശ്വാസത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് അവർ നിങ്ങളെ ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കുകയും നിങ്ങളടുത്തേക്ക് വരാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അതായത് നമ്മളടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വന്നു, അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടു, നിങ്ങളതിന് പരിഹാരം കൊടുത്തു. പക്ഷേ ആ പരിഹാരം കൊടുത്ത വ്യക്തിയും ലഭിച്ച വ്യക്തിയും കൊടുത്ത നിങ്ങൾ ഡിസ്കസ് ചെയ്ത മാറ്ററും ഇറ്റ് ഷുഡ് ബി വിത്തിൻ യു ടു പീപ്പിൾ. നിങ്ങളും അവരും തമ്മിൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ഒരിക്കലും അതൊരു തേർഡ് വ്യക്തിയോട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഈവൻ നമ്മൾ പുറത്ത് വെച്ചിട്ട് അതേ വ്യക്തിയെ നിങ്ങൾ ഒരു കല്യാണ വേദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലോ ആ വ്യക്തിയെ നിങ്ങൾ കണ്ടു എന്ന് തന്നെ കരുതുക. നെവർ ഓപ്പൺ ദാറ്റ് സബ്ജക്റ്റ്. നിങ്ങളൊരു ഹൈ ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോളൂ, ബട്ട് ഔട്ട് ഓഫ് ദ ബോക്സ്, ഔട്ട് ഓഫ് ദി കൗൺസിലിംഗ് സെൻറ്റർ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയുടെ ഒരു വിഷയം അദ്ദേഹവുമായി ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഡിസ്കസ് ചെയ്യരുത്. പറയാൻ കാരണം, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയം ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററാണ്. അവിടെ വെച്ച് മാത്രമേ നിങ്ങൾ ആ വിഷയം ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. പിന്നെ മറ്റൊന്നാണ് നോൺ ജഡ്ജ്മെൻ്റൽ എന്ന് പറയുന്നത്. ഒരു കക്ഷി നമ്മളടുത്ത് വന്നു, അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അഭിപ്രായം ചാടി എണീറ്റ് പറയരുത്. അവരോട് പറയാം, നിങ്ങൾ അത് പറയൂ, നിങ്ങൾ കംപ്ലീറ്റ് പറയൂ, ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞ ശേഷം അവർ എല്ലാം പറഞ്ഞു എന്ന് നിങ്ങളോട് പറയുന്നത് വരെ യു ഹാവ് ടു ബി എ വെരി ഗുഡ് ലിസണർ. നിങ്ങൾക്ക് ഒരു കൗൺസിലർ ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ബി എ വെരി ഗുഡ് ലിസണർ. ഒരു ലിസണർ ആയിക്കൊണ്ടാണ് നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ ഓരോ പടവുകൾ കയറാനും നിങ്ങൾക്ക് ഒരു നല്ല കൗൺസിലറായി മാറാനും കഴിയുള്ളൂ. ഒരു കൗൺസിലിംഗ് ആൻഡ് കൗൺസിലർ സിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് റോള് വരുന്നത് നമ്മളടുത്ത് വന്നിട്ടുള്ള കക്ഷിക്കാണ്. അവരോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ വിഷയങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞോളൂ, നിങ്ങളെ ഞാൻ കേൾക്കാം, വളരെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചോളൂ എന്ന് പറയണം. എന്ന് പറയുമ്പോൾ അവരോട് നിങ്ങൾ പറയുന്നത് നല്ലതാണ്. നിങ്ങൾ പറയുന്ന വിഷയത്തിൽ അതിൻ്റേതായ സോഷ്യൽ ഇമ്പാക്റ്റ്, ലീഗൽ ഇമ്പാക്റ്റ്, പേഴ്സണൽ ഇമ്പാക്റ്റ് എല്ലാം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായി എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി മോട്ടിവേറ്റഡ് ടു ടെൽ യു ദ ട്രൂ ഫാക്ട്. അങ്ങനെ പറഞ്ഞ് നിങ്ങളത് കേട്ട ശേഷം നിങ്ങൾ
എന്ത് ചെയ്യണം? ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചെടുത്തു. ഇതാണ് നിങ്ങളുടെ വിഷയം. ഈ വിഷയത്തിൽ ഇതിന് ഏതൊക്കെ തരത്തിലുള്ള ലീഗൽ കൺസേൺ ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സോഷ്യൽ കൺസേൺ ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഫാമിലി കൺസേൺ ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള പേഴ്സണൽ കൺസേൺ ഉണ്ട്, അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ കക്ഷികൾ ഒരു പ്രശ്നമായി നിങ്ങളടുത്ത് വരുമ്പോൾ അവർക്ക് നിയമമോ അല്ലെങ്കിൽ സോഷ്യൽ എത്തിക്സോ ഇതൊന്നും അവർക്ക് അറിയില്ല. ദെനോ ഓൺലി ദെയർ പ്രോബ്ലം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വളരെ സത്യസന്ധമായി അതിൻ്റെ ഗുണങ്ങളും ദോഷവശങ്ങളും അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നോൺ ജഡ്ജ്മെൻ്റലായിക്കൊണ്ട് നമ്മളത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അവരുടെ വിഷയം നമ്മൾ കേൾക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ ആ വിഷയം പരിഹരിക്കണമെന്ന ഒരു എമ്പതി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു കൗൺസിലർക്ക് സിമ്പതി വേണോ എമ്പതി വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരാളുമായി സിമ്പതി കാണിക്കുന്ന ഒരു വ്യക്തിയാകരുത്. നിങ്ങൾ സിമ്പതി കാണിക്കുകയാണെങ്കിൽ യു ആർ ജസ്റ്റ് എ നോർമൽ പേഴ്സൺ. കാരണം ലോകത്ത് ആർക്കും ചെയ്യാനും ചെയ്തു കൊടുക്കാനും കഴിയുന്ന ഒരു ഈസി ടാസ്ക്കാണ് സിമ്പതി കാണിക്കുക എന്നുള്ളത്. യു ആർ നോട്ട് ദ പേഴ്സൺ സപ്പോസ് ടു ഷോ എ സിമ്പതി. വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ പേഴ്സൺസ് പ്രോബ്ലം ആൻഡ് ഫൈൻഡ് എ എംപതറ്റിക് അപ്രോച്ച്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന യഥാർത്ഥ വസ്തുതയിലേക്ക് അവരെ ഗൈഡ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് കഴിയണം. സ്വാഭാവികമായും നിങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമ്മൾ കുറേ സമയം ഇരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ ദിവസങ്ങളോളം അത് ചർച്ച ചെയ്തുകൊണ്ടോ അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓരോ പ്രോസസ്സിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ആ പ്രോസസ്സിലൂടെ ഓരോ ഗോൾ സെറ്റിംഗ് നിങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നാളെ ഇത്ര നേട്ടമുണ്ടാവാം, അടുത്ത സെറ്റിങ്ങിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം പാലിക്കുകയും അതുപോലെ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ കൗൺസിലിംഗ് വളരെ ക്രിയേറ്റീവായി നിങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. സോ യു ഹാവ് ടു ഷോ ദ സ്പിരിറ്റ് ഓഫ് ഗിവിങ് ദി എമ്പതി. നിങ്ങൾ എപ്പോഴും എമ്പത്തറ്റിക് പേഴ്സൺ ആവണം. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് മാത്രമല്ല, മനസ്സിലാക്കി എന്ന് മാത്രമല്ല, വളരെ സയൻറ്റിഫിക്കായിട്ട് അതിനെ മനസ്സിലാക്കാനും വളരെ സയൻറ്റിഫിക്കായിട്ട് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും നിങ്ങൾക്ക് കഴിയണം. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് മുഖവിലക്ക് എടുക്കാമെന്നും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിയമവശങ്ങളും അതുപോലെ ലീഗൽ ആസ്പെക്റ്റും സോഷ്യൽ ആസ്പെക്റ്റും എല്ലാം ചേർന്നത് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഉപദേശം തേടുകയാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേ വിൽ ഫോളോ യു. ഇന്നൊരു മാറ്റർ വന്നിരുന്നു. അതൊരു കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ടാണ്. കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് അവർ അവിടെ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടണം. അതിനെന്താ മാർഗം എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആ കൊടുത്ത ക്യാഷ് എന്ന് പറയുന്നതും നമ്മളതിന് കൊടുക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നതും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ട്, അത് നമുക്ക് നേടിയെടുക്കാം. പക്ഷേ മിനിമം ഇത്ര എക്സ്പെൻസ് നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ലൂസ് ദ ക്യാപിറ്റൽ ഐ ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞു. സോ നമുക്ക് ഇനി വരാൻ പോകുന്ന കോസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ട കോസ്റ്റിനേക്കാൾ കൂടുതലാണ് എങ്കിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, സേവ് ദ ഫ്യൂച്ചർ ലോസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൗൺസിലിങ്ങിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും. അദ്ദേഹം ആക്ച്വലി ഹി വാസ് വെരി കൺവിൻസ്ഡ്. അദ്ദേഹം ആ ക്യാഷ് പോയത് മാത്രമല്ല, അവരുമായി സംസാരിച്ചു അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ദേ ആർ നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ആൻഡ് അവർക്കത് നിയമപരമായി നേരിടണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ, മറുവശത്ത് നിൽക്കുന്ന സർവീസിങ് കമ്പനിയാണ്. അവർക്ക് അവരുടേതായ സർവീസിങ് ഫീ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു രേഖയുമില്ല. അപ്പോൾ അത് തെളിയിക്കാനും തെളിയിക്കപ്പെടാനും നമുക്ക് വളരെയേറെ ശ്രമങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ നമുക്ക് അതിൽ സമയം ചെലവഴിക്കണം, ക്യാഷ് ചെലവഴിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയി വരുമ്പോൾ ദർ വിൽ ബി എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് കവേർഡ്.
അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ റിയാലിറ്റി മനസ്സിലാവുക പലപ്പോഴും. അപ്പോൾ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളത് ഒരു നല്ല തീരുമാനമായിരിക്കും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു നല്ല കൗൺസിലർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കൗൺസിലിംഗ് എന്ന് മാത്രമല്ല, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ലീഗൽ മാറ്റേഴ്സ്, സോഷ്യൽ മാറ്റേഴ്സ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്ന ഒരാളാണ് എങ്കിൽ then there is a chance for you to become a very good counselor. സോ ബേസിക്കലി നമ്മൾ തിയറികൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. എംഎസ്സി സൈക്കോളജിയിൽ ധാരാളം തിയറികൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക് അപ്രോച്ചുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പിന്നെ ധാരാളം സെമിനാറുകൾ നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ടു ബിക്കം എ വെരി ഗുഡ് കൗൺസിലർ എന്ന് പറയുന്നത് ടു നോ വാട്ട് യു ആർ ഡൂയിങ്. ടു നോ വാട്ട് യു ആർ ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി കോമ്പിറ്റൻറ്റ് ടു ക്യാരി ദ മാറ്റേഴ്സ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ തിങ്സ് വിച്ച് ഈസ് കോൺഫിഡൻഷ്യൽ ഈസ് ആൾവേസ് കോൺഫിഡൻഷ്യൽ ആൻഡ് തിങ്സ് വിച്ച് നീഡ് എംപതി യു ഹാവ് ടു മേക്ക് തിങ്സ് ടു ബി ഡൺ ബേസ്ഡ് ഓൺ എ എംപതറ്റിക് അപ്രോച്ച്. ഇതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒരിക്കലും ജഡ്ജ്മെൻ്റൽ ആകരുത്. നമ്മുടെ പരിഹാരം നമ്മുടെ പിന്നെ സബ്ജക്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത് എല്ലാം കേട്ട ശേഷം, രണ്ട് കക്ഷികളെയും കേട്ട ശേഷം ഇനി അടുത്തത് നമ്മുടെ ഒരു തീരുമാനം അവരെ അറിയിക്കുകയാണ്. ദിസ് വിൽ ബി ദ ഓപ്ഷൻസ് ഫോർ ബോത്ത് ഓഫ് യു. എങ്ങനെ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റും, അങ്ങനെ ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ പ്ലേ എ വെരി ഗുഡ് റോൾ. ലൈക്ക് ഒരു കോടതിയിൽ ഒരു ജഡ്ജി എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിങ്ങിൽ ഒരു കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഞാനൊരു കക്ഷിയുടെ ആളാണെന്നോ അല്ലെങ്കിൽ ഒരു കക്ഷിയുടെ പക്ഷത്ത് ചേർന്നാണ് സംസാരിക്കുന്നത് എന്ന് ആർക്കും തോന്നാൻ പാടില്ല. യു ഹാവ് ടു ഹിയർ ദ പ്രോബ്ലം ഫസ്റ്റ്. അതുപോലെ തന്നെ ആ പ്രശ്നം ഏത് നിയമത്തിലൂടെ പോകുന്നു, ഏത് ആംഗിളിലൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വിഷയങ്ങൾ വരുമ്പോൾ സോറി ഒരു പക്ഷേ അത് വിഭിന്ന ജാതികളിൽപ്പെട്ട ആളുകൾ, മുസ്ലിം ആവാം, ക്രിസ്ത്യാനി ആവാം, ഹിന്ദു ആവാം. പക്ഷെ കഥകൾ നമ്മൾ കേട്ട് വരുമ്പോൾ എല്ലാ കഥകളിലും ഒരു നിയമവശം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് നിയമങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ഓരോ വിഭാഗത്തിനും ഡിഫറെൻ്റ് റൂൾസാണ്, നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു പിന്നെ തീരുമാനത്തിലേക്ക് എത്തേണ്ടതും. അഥവാ നിങ്ങൾ നൽകിയ തീരുമാനം ഒരിക്കൽ നമ്മുടെ കോടതിയിൽ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പോലും കോടതിക്ക് പോലും ബോധ്യമാവണം ഇദ്ദേഹം ചെയ്തത് 100% ലീഗൽ ആസ്പെക്റ്റ്, നിയമവശം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് കോടതിക്ക് പോലും തോന്നണം. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. സോ ഇതുമായി ബന്ധപ്പെട്ട് എനി ന്യൂ കൗൺസിലേഴ്സ്, എനി ന്യൂ സൈക്കോളജിസ്റ്റ്സ് വി നീഡ് മോർ തോട്ട് അബൌട്ട് സൈക്കോളജിക്കൽ അപ്രോച്ച്, കൗൺസിലിംഗ് അപ്രോച്ച് എന്നീ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ definitely you can contact me, we can discuss about it. And it's all about the subject we are discussing. And നിങ്ങൾക്ക് കൗൺസിലിംഗ് സംബന്ധമായ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ യു ക്യാൻ കോൺടാക്ട് us. എൻ്റെ ഓഫീസ് മഞ്ചേരി നറുകരയാണ്. I am always available. Just you have to make the reservation and we can meet and we can discuss and we can find the solutions for your problems. Thank you very much.